വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പോഴേ ഒരു പ്രൊഫൈൽ പോലും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പേര് പോലും കേവലം ഇല്ലാതെ ഏതെങ്കിലും ഒരു ചാനൽ നമ്മൾ ഇപ്പം യൂട്യൂബൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചാനൽ വേണമെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചാനൽ എടുത്തിട്ട് അതിൽ നമ്മുടെ ഐഡൻറ്റിറ്റി പോലും വെളിപ്പെടുത്താതെ, പേര് പോലും എഴുതാതെ, അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാതെ ഒരു പൂവിൻ്റെയോ കായുടെയോ ഒക്കെ ഫോട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയൊക്കെ ഒരു നമ്മുടെ സ്വന്തം പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാതെ പൂവ്, മരം, കായ്, ചെടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഫൈൽ പിക്ചറാക്കി മറ്റുള്ളവരെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്ത് അസഭ്യം പറയാൻ വേണ്ടിയിട്ട് മാത്രം ഫേസ്ബുക്കിൻ്റെ പേജും അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടും യൂട്യൂബ് അക്കൗണ്ടും ഒക്കെ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം പ്രത്യേകിച്ച് എനിക്കിന്ന് പറയാൻ ഒരു കാര്യം, ഇന്നത്തെ ഒരു കമൻറ്റിനുള്ള ഒരാളുടെ ഒക്കെയുള്ള മറുപടിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചില ആളുകളുടെ അടുത്തെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്നെനിക്ക് തോന്നി, അതുകൊണ്ട് മാത്രമാണ് വന്നത്. അപ്പം ഞാൻ നിങ്ങളെ ആ ഒരു കമൻറ്റ് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കമൻറ്റ് ഇട്ട വ്യക്തി ആരാന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അവരുടെ പ്രൊഫൈൽ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ആ ഒരു പ്രൊഫൈൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. പ്രത്യേകിച്ചൊരു നാമമില്ല, ഒരു ആ വ്യക്തിയെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ ഐഡൻറ്റിറ്റി കാര്യങ്ങളൊന്നും ആ ഒരു അക്കൗണ്ടിലില്ല. എന്ന് മാത്രമല്ല പ്രൊഫൈൽ പിക്കും ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂവിൻ്റെ പടമൊക്കെയാണ്. അപ്പം ഇവൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കമൻറ്റ് ഇടുന്ന ഈ ചാനൽ ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ, ആ വ്യക്തിൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഉണ്ടാക്കിയിട്ട് ആരുടെ അടുത്തും ഏത് സ്ത്രീയുടെ അടുത്തും ചെന്നിട്ട് എന്തും പറയാം സോഷ്യൽ മീഡിയ എന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മറവിൽ ഇരുന്നു കൊണ്ട്. അപ്പം ആരും നേരിട്ട് കാണുന്നില്ലല്ലോ എന്നുള്ളൊരു തിങ്കാണ് ഇവരുടെ ഉള്ളിലുള്ളത്. അപ്പം ആരും പരസ്പരം കാണുന്നില്ല, എവിടെയോ കിടക്കുന്ന ഒരാൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ഇവർ വന്നിട്ട് ഈ രീതിയിലുള്ള നിന്നെ ഊക്കാൻ കിട്ടുമോ അങ്ങനെയുള്ളൊരു കമൻസ്, ഇങ്ങനെയൊക്കെയുള്ള കമൻസ് ഇടുന്നു. വൾഗാരിറ്റി രീതിയിലുള്ള, അശ്ലീല രീതിയിലുള്ള കമൻസുകൾ ഇടുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്നോട് ഇത് ചോദിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഗേൾസിൻ്റെ അടുത്ത് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ, മോനാണെങ്കിലും അപ്പച്ചനാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ പ്രസവിച്ച ഒരു സ്ത്രീ ഉണ്ടാകുമല്ലോ, പ്രസവിച്ച സ്ത്രീ. അപ്പോൾ നിങ്ങൾ അമ്മയെന്നാണോ ഇനി അവരെ വിളിക്കുന്നതെന്ന് അറിയില്ല. നിങ്ങളുടെ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ട് ഒരുപക്ഷെ പ്രസവിച്ച സ്ത്രീയെ നിങ്ങൾ അമ്മയെന്നായിരിക്കില്ല വിളിക്കുക. ഞങ്ങളൊക്കെ പറയുന്നത് നമ്മളെ പ്രസവിച്ച ആൾ നമ്മളുടെ അമ്മയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഇതേ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കൂ. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പം എനിക്കൊന്ന് ഈ പറഞ്ഞ പോലെ, നിങ്ങൾ പറഞ്ഞ പോലെ എന്നോട് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ, ഞാനത് ആവർത്തിക്കുന്നില്ല, അതേ ക്വസ്റ്റ്യൻ നിങ്ങളുടെ അമ്മയോട് ചോദിച്ചു നോക്കൂ, വരുമോന്നോ അല്ലെങ്കിൽ തരുമോന്നോ ഒക്കെ ചോദിച്ചു നോക്കുക. അപ്പോൾ ആ സ്ത്രീ എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ ആ സ്ത്രീ നിങ്ങൾക്ക് തരുമെങ്കിൽ അതിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ സംതൃപ്തിപ്പെടേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിനേക്കായി ബെസ്റ്റ് നിങ്ങളെ ആദ്യം തൊട്ടേ, അതായത് പ്രസവിച്ച കാലം തൊട്ടേ നിങ്ങളെ ഓരോന്ന് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ പേരൻസ് ആണ്, നിങ്ങളുടെ അച്ഛനും അമ്മയാണ്. കുഞ്ഞുനാൾ തൊട്ടേ നിങ്ങളെ വളർത്തുന്നതും അവർ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു അറിവാവുന്നിടം വരെയും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു പക്ഷേ അച്ഛനേക്കാളും അമ്മയായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ആൺകുട്ടികൾ, അപ്പോൾ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ ഇത്രയ്ക്കൊക്കെ വളർന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആവശ്യങ്ങളൂടെ ഉണ്ട്, ഇതുകൂടെ നിങ്ങൾ നിറവേറ്റി തരണമെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ചോദിക്കുക. അവർ വില്ലിങ് ആണെങ്കിൽ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അല്ലാതെ നാട്ടിലെ പെണ്ണുങ്ങളുടെ അടുത്ത് ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റിപ്ലൈയിലൊന്നും അത് ഒതുങ്ങുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നേരിട്ടായിരുന്നെങ്കിൽ നന്നായിട്ട് കരണവും പുകഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ ആ രീതിയിൽ ആ വഴിക്ക് പോയേനെയായിരുന്നു. ഇതിപ്പം ഈ ഒരു മറവിൽ നിന്നുകൊണ്ട് എന്തും ആവാമെന്നാണെങ്കിൽ അതും നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, പ്രത്യേകിച്ച് യൂട്യൂബ്, ഫേസ്ബുക്ക്. ഈ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒരാളുടെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസവുമില്ല. എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം നേരിടുകയാണെങ്കിൽ നമ്മൾ പ്രൂഫ് ഉൾപ്പെടെ അവർക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മാത്രം മതിയാവും നിങ്ങളുടെ ഐഡൻറ്റിറ്റി കിട്ടാൻ. യാതൊരു പ്രയാസവുമില്ല. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് തോന്നുന്നു. ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ മറന്നു പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ സംശയമുള്ള വ്യക്തികൾ എൻ്റെ അടുത്ത് ഇനി ചോദിക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ പെങ്ങളുടെ അടുത്തോ ഒക്കെ പോയി ചോദിച്ചു നോക്കുക. നല്ല ഉചിതമായിട്ടുള്ള നിങ്ങൾ അർഹിക്കുന്ന മറുപടി അവർ തരും. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത സെഗ്മെൻറ്റിൽ കണ്ടുമുട്ടണം. ബൈ.